ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് 2023-24 കാലഘട്ടത്തിൽ രാജ്യത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിച്ച സംഭാവനകളുടെ കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ്. മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ BJPക്ക് തന്നെയാണ് 2023-24 കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ തുക സംഭാവനയായി ലഭിച്ചിരിക്കുന്നത്. 3967 കോടി രൂപയാണ് ഈ കാലയളവിൽ BJPക്ക് സംഭാവനയായി ലഭിച്ചിട്ടുള്ളത്. ഇത് മുൻ വർഷത്തെ അപേക്ഷിച്ച് 87% വർധനവാണ്. മുൻ വർഷം ഇത് 2120 കോടി രൂപയായിരുന്നു. അതേസമയം സംഭാവനയുടെ കാര്യത്തിൽ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളിൽ ഏറ്റവും കൂടുതൽ പണം ലഭിച്ച രണ്ടാമത്തെ പാർട്ടി കോൺഗ്രസ് തന്നെയാണ്. 2023-24 കാലത്ത് 1129 കോടി രൂപയാണ് കോൺഗ്രസിന് സംഭാവനയായി ലഭിച്ചത്. 320% വർധനവാണ് കോൺഗ്രസിന് ലഭിച്ച സംഭാവനയിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് ഉണ്ടായിരിക്കുന്നത്. 22-23 കാലത്ത് കേവലം 268 കോടി രൂപ മാത്രമായിരുന്നു കോൺഗ്രസിന് ലഭിച്ചത്. തെരഞ്ഞെടുപ്പ് നടക്കുന്ന വർഷമായതുകൊണ്ടും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് എത്തിയേക്കാമെന്നുള്ള പ്രതീക്ഷയിലുമായിരിക്കാം കോൺഗ്രസിന് ലഭിച്ച സംഭാവനയിൽ വർധന ഉണ്ടായത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം BJPക്ക് ലഭിച്ച സംഭാവനയുടെ 61% ഇലക്ട്രൽ ബോണ്ട് രൂപത്തിലാണ് ലഭിച്ചത് എന്നത് റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട്. 1685 കോടി രൂപയാണ് BJPക്ക് ഇലക്ട്രൽ ബോണ്ട് രൂപത്തിൽ ലഭിച്ചിട്ടുള്ളത്. ഇലക്ട്രൽ ബോണ്ട് പദ്ധതി സുപ്രീം കോടതി റദ്ദാക്കുന്നതിന് മുമ്പാണ് ഈ സംഭാവനകൾ ലഭിച്ചിട്ടുള്ളത് എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ട് പദ്ധതി റദ്ദാക്കിയത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് 2023-24 കാലത്തിൽ BJPയുടെ പൊതുപ്രചാരണത്തിനുള്ള ചെലവിൽ വർധന ഉണ്ടായതായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമർപ്പിച്ച വാർഷിക റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മുൻ വർഷം 1092 കോടി രൂപയാണ് BJPയുടെ ചെലവെങ്കിൽ 2023-24 കാലഘട്ടത്തിൽ ഇത് 1754 കോടി രൂപയായി വർദ്ധിച്ചു. ഇതിൽ 591 കോടി രൂപയും പരസ്യങ്ങൾക്ക് വേണ്ടിയാണ് ചെലവഴിച്ചിട്ടുള്ളത്. പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷമായതിനാലാണ് ഇത്രയും പണം ചെലവഴിക്കേണ്ടി വന്നിരിക്കുന്നത് എന്നാണ് BJPയുടെ വിശദീകരണം.